ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഗൂസ് ബംസ് വന്നൊരു സീനായിരുന്നു ലാലേട്ടന്റെ എൻട്രി. അതിൽ 3 ഹെലികോപ്റ്റർ വരുന്നുണ്ട്. അത് സെറ്റ് ഇട്ടതാണെന്ന്. ഹെലികോപ്റ്റർ 2 എണ്ണമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ആംഗിൾ ഇങ്ങനെ വരുന്ന സമയത്ത് 2 ഹെലികോപ്റ്റർ കാണുന്ന സമയത്ത് 2 നമ്മൾ ഒറിജിനൽ തന്നെ കാണിക്കുന്നത്. അതിന് ഓപ്പോസിറ്റ് ആംഗിൾ കാണിക്കുന്ന സമയത്ത് 2 ഹെലികോപ്റ്റർ മാത്രമേ വരുന്നുള്ളൂ. വെച്ചാൽ നമ്മൾ ഈ ഹെലികോപ്റ്റർ തള്ളി ഇപ്പുറത്ത് കൊണ്ടുവരും. പിന്നെ അത് ലാൻഡിങ് ഉൾപ്പെടെ നമ്മൾ ഇപ്പം വന്ന് ഫയറിങ് എയറിൽ നിന്ന് ഫയർ ചെയ്യുന്നതൊക്കെ നമ്മൾ ഒറിജിനലായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ ക്രെയിനിൽ ഹാങ് ചെയ്തിട്ട് അതിനകത്ത് ആ പ്രൊപ്പല്ലർ മാത്രം ആ സമയത്ത് നമ്മൾ ഗ്രാഫിക്കലി ആഡ് ചെയ്ത് കൊടുക്കും. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് പ്രൊപ്പല്ലർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഗ്രാഫിക്സ് ഇല്ല. പിന്നെ ഈ ഹെലികോപ്റ്റർ ഈ പറഞ്ഞ ഉണ്ടാക്കാൻ എത്രത്തോളം കോസ്റ്റ് വന്നിട്ടുണ്ട്? ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ നല്ല കോസ്റ്റ് വന്നിട്ടുണ്ട്. അതിപ്പം പുറത്തു വിടുന്നില്ല. നമ്മളത് ഹെലികോപ്റ്റർ പെരുമ്പാവൂർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പെരുമ്പാവൂർ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു. പക്ഷേ നമുക്കത് ഇവിടുന്ന് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ലഡാക്കിലാണ് ഷൂട്ട്. അവിടെ ഭയങ്കര തണുപ്പ്. പിന്നെ ഇതിന് വേണ്ട ആക്സറീസ് സാധനങ്ങളെല്ലാം കൂടി അവിടെ എത്തിക്കുക എന്ന് പറയുന്ന സാധനം. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മേടിക്കാൻ വേണ്ടി ചിലപ്പം അടുത്തൊരു സിറ്റി ഇവിടെ അതിനുള്ള പിന്നെ തണുപ്പത്ത് വർക്ക് ചെയ്യുക എന്ന് പറയാൻ തന്നെ അത്രയും ഈസി അല്ലല്ലോ. എത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഹെലികോപ്റ്റർ? 45 days. കറക്റ്റ് 40 days. ഇതെങ്ങനെയാണ് ഈ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ഇത്രയും വലിയൊരു അതായത് പെരുമ്പാവൂരിൽ നിന്ന് എത്തിച്ച കാര്യം? പെരുമ്പാവൂർ ചെല്ലുന്നില്ല. നമ്മൾ അതിനകത്തൊരു കോൺവോയ് ഉണ്ട്. അവൻ്റെ ആ ബ്ലാസ്റ്റിങ്ങും ഫയറിങ്ങും നടക്കുന്ന ഒരു കോൺവോയ് ഉണ്ടല്ലോ. ഒരു 2 ട്രക്ക് ഉണ്ട് അതിനകത്ത്. 4-5 പജിറോ ഒക്കെ വെച്ചിട്ടുള്ള മറ്റേ അവർ അതിനകത്ത് ബ്ലാസ്റ്റിംഗ് നടക്കുന്ന പജിറോ എല്ലാം ബ്ലാസ്റ്റിംഗ് ഈ ട്രക്ക് ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ട്രക്ക് 2 നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നു. മറ്റേ കൊച്ചിയിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ട് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടെല്ലാം നമ്മൾ ആൾട്ടർ ചെയ്താണ്. അപ്പോൾ നമ്മളതെല്ലാം പെരുമ്പാവൂർ വെച്ചിട്ട് അത് എല്ലാം ആൾട്ടർ ചെയ്ത് അതിൻ്റെ ഇതെല്ലാം ഫിക്സ് ചെയ്തെല്ലാം സെറ്റായി കഴിഞ്ഞു. അത് എല്ലാം ഫുൾ അഴിച്ചിട്ട് നമ്മൾ നേരെ ഇത് ട്രക്കിൽ ലോഡ് ചെയ്തു. അതിന് കൂടുതൽ ഹെലികോപ്റ്ററിൽ ലോഡ് ചെയ്തു. ഹെലികോപ്റ്ററിൽ ലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ സാധനം നേരെ 2 വണ്ടിയും കൂടി അങ്ങോട്ട് വിട്ടു. അതിനിടയ്ക്ക് പിന്നെയും ട്രാവൽ ഇഷ്യൂസ് ഒക്കെ കുറേ ഉണ്ടായി. എന്നാലും മണാലിയിൽ എത്തി കഴിഞ്ഞപ്പോൾ ലോറി വലിക്കുന്നില്ല, ലോഡ് എടുക്കുന്നില്ല. അപ്പോഴേക്കും സ്നോ വീണ് തുടങ്ങി. പിന്നെ വണ്ടി പോകില്ല എന്ന് പറയുന്നത് അവിടുന്ന് വേറെ വണ്ടിക്ക് അൺലോഡ് ചെയ്ത് വേറെ അപ്പോഴേക്കും ഡൽഹിയിൽ ഷൂട്ട് തുടങ്ങേണ്ട സമയമായി. ഇത് ലഡാക്കിൽ പോയിട്ട് തിരിച്ചു വന്ന് ഈ വണ്ടി ട്രക്ക് ഡൽഹിയിൽ ഷൂട്ട് ചെയ്യണം. പിന്നെ അവിടുന്ന് ഒരു ഹെലികോപ്റ്റർ ഡൽഹി വെച്ച് അൺലോഡ് ചെയ്തിട്ട് വേറെ ഇതിൽ വിട്ടു. പിന്നെ മണാലിയിൽ വെച്ചിട്ട് ഒരു ട്രക്ക് മണാലിയിൽ എത്തിയായിരുന്നു. മണാലിയിൽ വെച്ചിട്ട് അൺലോഡ് ചെയ്തിട്ട് വിട്ടിട്ട് തിരിച്ചു വിട്ടു. കുറച്ച് കഷ്ടപ്പെട്ടു. BP അടിച്ച് ഹോസ്പിറ്റൽ ലെവലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് റിയൽ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വിചാരിച്ച റിയൽ ഹെലികോപ്റ്റർ ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഇതുപോലെ ഞങ്ങൾ ഇപ്പൊ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയില്? ശരിക്കും നിങ്ങൾ നമ്മളെ എല്ലാം മറ്റിപ്പം മറ്റേ ഗുജറാത്തിലെ സെറ്റ്, പിന്നെ മറ്റേ ഷിംലയില് മറ്റേ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്, അത് പിന്നെ കലാപം നടക്കുന്ന റായിട്ട് നടക്കുന്ന സ്ട്രീറ്റുകൾ, അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന തന്നെയാണ്. ലാലേട്ടൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് സെനഗൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത്രയും വലിയൊരു ക്രൂ, ഫയറിങ് പരിപാടി, ബോംബ് ബ്ലാസ്റ്റിംഗ്, ഇത്രയും വലിയൊരു ക്രൂവിനെ വെച്ച് അവിടെ കൊണ്ട് അക്കോമഡേറ്റ് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ടു എക്സ്പെൻസീവ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ അതെവിടെ? അപ്പോൾ അത് അന്വേഷിച്ച് ഞങ്ങൾ 2 തവണ 3 തവണ ട്രാവൽ ചെയ്തു ലഡാക്കിലേക്ക്. ആദ്യം ഒന്ന് പോയി ലഡാക്ക് ഞങ്ങൾക്ക് ഞാൻ ഇപ്പം ഡയറക്ടർക്കാണെങ്കിലും ഒരു ചോയ്സ് നമ്മൾ ഓക്കെ ആയിരുന്നു. അതായത് ഞങ്ങൾ തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിനിമ ടിയാൻ്റെ ഒരു 1-2 റെഫറൻസ് ഫോട്ടോസ് ഞാൻ അയച്ചു. ഈ ഒരു മൂഡ് പിടിച്ചാൽ അങ്ങനെ ഉണ്ടായിരിക്കും, അതുകൊണ്ട് പെർഫെക്റ്റാണ് ഇങ്ങനെ പിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കി. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം അവിടെ ഈ ബ്ലാസ്റ്റ് നടക്കണം. ഒന്നാമത് മിലിറ്ററി ഏരിയ ആണ്. അപ്പോൾ അതിനെ പറ്റിയൊരു സ്ഥലം ഇങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതാണത്.